മത്തായിയുടെ സുവിശേഷം 13:13, ഏശയ്യ 6:10, അതുപോലെ തന്നെ ജെറമിയ 5:21. ഈ മൂന്ന് ബൈബിളിലുള്ള ഈ മൂന്ന് വചനങ്ങളും പറയുന്നത് ഏകദേശം ഒരേ കാര്യങ്ങളാണ്. അത് ഇപ്രകാരം പറയുന്നു: കണ്ണുണ്ടായാലും നിങ്ങൾ കാണുകയില്ല, ചെവിയുണ്ടായാലും നിങ്ങൾ കേൾക്കുകയില്ല. കാരണം നിങ്ങൾക്കിത് ഗ്രഹിക്കാനായിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ടും അതിനുള്ള ജ്ഞാനമില്ലാത്തത് കൊണ്ടും അത് മൂടപ്പെട്ട് കിടക്കുന്നു എന്നാണ് ഈ വചനങ്ങൾ നമ്മളെ അറിയിക്കുന്നത്. ഞാൻ ഇതിനെ ആസ്പദമാക്കിയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ, ഒന്ന്, ഞാനിത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, എക്സ്പീരിയൻസ്, ഞാൻ കണ്ട് അറിഞ്ഞ എൻ്റെ അറിവ്, അതും ലോകത്തിൽ നിന്ന് നടക്കുന്ന സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അതിനൊരു പക്ഷേ നിങ്ങൾക്ക് തെളിവുകളോ ഈ തലമുറ തെളിവുകളും സാക്ഷികളും ഒക്കെ അന്വേഷിച്ച് നടക്കും. നമുക്ക് ജ്ഞാനമുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്തരത്തിൽ ഈ കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ഞാൻ കണ്ട 3 തരത്തിലുള്ള സമൂഹം: ഒന്ന്, കറുത്ത വർഗ്ഗക്കാർ, ഈ ഭൂമിയിലുള്ള കറുത്ത വർഗ്ഗക്കാർ; 2, ഇസ്ലാമിക സമൂഹം; 3, കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഈ 3 സമൂഹം. അപ്പോൾ പലപ്പോഴും ഇതിനെ നമ്മൾ വിമർശിക്കുമ്പോൾ, ഇതിനെ അടിച്ചാക്ഷേപിക്കുമ്പോൾ ഞാൻ ആ സമൂഹത്തിൽപ്പെട്ട എല്ലാവരെയുമാണോ പറയുന്നേ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ വ്യക്തികളെക്കുറിച്ചല്ല പറയുന്നത്. ഞാനിതിൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി, അതിൻ്റെ തത്വശാസ്ത്രം, അത്തരത്തിലുള്ള വിഷയങ്ങളാണ് ഞാൻ ഇതിനോട് അനുബന്ധിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതെൻ്റെ സംസാര സ്വാതന്ത്ര്യമാണ്. ഫ്രീഡം ഓഫ് സ്പീച്ചും ഫ്രീഡം ഓഫ് എക്സ്പ്രഷനാണ്. ആദ്യമായിട്ട് കറുത്ത വർഗ്ഗക്കാർ. ഞാൻ കണ്ടു വളർന്ന അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ ജീവിക്കുന്നത് ന്യൂയോർക്ക് സിറ്റിക്കുള്ളിലാണെങ്കിലും മൻഹാട്ടൻ്റെ നോർത്തിലായിട്ട് ഹാർലം, ബ്രോങ്സ്, ആ പ്രദേശത്തായിട്ട് തിങ്ങി നിറഞ്ഞ് താമസിക്കുക. ചിക്കാഗോയിൽ പോയാൽ അതിൻ്റെ സൗത്ത് സൈഡ്, ഇവിടെ ലോസ് ഏഞ്ചലസ് എന്ന് പറഞ്ഞ സ്ഥലത്താണെങ്കിൽ കോംപ്ടൺ മുതലായ ഏരിയകൾ, അങ്ങനെ കറുത്ത വർഗ്ഗക്കാരുടെ ഹുഡ്, അത്തരം പ്രദേശങ്ങളുണ്ട്. അവിടെ നിങ്ങൾ ചെന്നിറങ്ങിയാൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന പലരുമായിട്ട് ചോദിക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലുമായിട്ട് ബന്ധപ്പെട്ടവർ, അവിടെ നടക്കുന്ന അനീതി, അക്രമം, ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ, ഇവർ അഴിച്ചുവിടുന്ന അക്രമം. അതായത്, പക്ഷേ കറുത്ത വർഗ്ഗക്കാരുടെ മറ്റൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് പ്ലാൻ ചെയ്തല്ല ചെയ്യുന്നത്. അവരൊരു പദ്ധതി ആവിഷ്കരിക്കുന്നത് നമുക്ക് പ്ലാൻ ചെയ്ത് ഗ്യാങ് ആയിട്ട് പോയിട്ട് അറ്റാക്ക് ചെയ്യുക. ഇവർ ക്ഷിപ്ര ഇതുകൾ, അതായത് പെട്ടെന്നൊരു തീരുമാനം കാണുന്നു, അവിടെ ഒരു അല്പം പണം കാണുന്നു, അല്ലെങ്കിൽ അവസരം കാണുന്നു, അത് ഉപയോഗിക്കുന്നു, അത്രമാത്രം. അതല്ലാണ്ട് അവരൊരിക്കലും പദ്ധതി പ്ലാൻ ചെയ്ത് ഒരു അറ്റാക്ക്, ആക്രമണം ചെയ്യാൻ അവർ ബുദ്ധിപരമായിട്ടാണോ, അവർക്ക് അതിനുള്ള കഴിവില്ലാത്തത് കൊണ്ടായിരിക്കാം. ഒപ്പം തന്നെ പക്ഷെ അവർ ചെയ്യുന്ന അക്രമം എന്ന് പറഞ്ഞാൽ അതിക്രൂരമായിട്ട് അവർ അത് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം വന്ന് ഇവിടുത്തെ അമേരിക്കയിലെ ഈ ഇടത് ചിന്താഗതിക്കാർ, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിയിൽപ്പെട്ടവർ ഇവരെ ഇരകളാക്കി രക്ഷിച്ചു കൊണ്ടുപോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഞാൻ പലപ്പോഴും അവർ നമ്മളോട് പറയുന്ന വാദപ്രതിവാദങ്ങൾ, ഞാൻ ഈ കറുത്ത വർഗ്ഗക്കാരായിട്ട് നല്ല സുഹൃത്തുക്കൾ തന്നെ, എനിക്ക് നല്ല വ്യക്തികളാണ്. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തികളോടല്ല എൻ്റെ മത്സരം. ഞാൻ അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി അല്ലെങ്കിൽ അവരുടെ വിശ്വാസ പ്രമാണങ്ങളോടാണ്. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ, അപ്പോൾ അവർ എന്നോട് പറയും, ഒക്ലഹോമയിലൊരു വാൾ സ്ട്രീറ്റ്, ബ്ലാക്ക് വാൾ സ്ട്രീറ്റ് ഉണ്ടായിരുന്നു, അത് വെള്ളക്കാരടിച്ച് തമർത്തു, അല്ലെങ്കിൽ വെള്ളക്കാരെ അവർ അടിമകളായിട്ട് അമേരിക്കയിൽ കൊണ്ടുവന്നിരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ യൂറോപ്പിൽ, UK-ലൊക്കെ കൊണ്ടുവന്നിരുന്നില്ല എങ്കിൽ ഇവർ ലോകം ഭരിച്ചേനെ എന്നാണ് അവരുടെ വാദപ്രതിവാദം. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുക, എന്നാൽ ആഫ്രിക്ക വലിയൊരു ഉപഭൂഖണ്ഡമാണ്, വലിയൊരു കോണ്ടിനെൻ്റാണ്. നമ്മളൊക്കെ കാണുന്ന പ്രതീക്ഷിക്കുന്നതിലും വലിയൊരു രാജ്യങ്ങളടങ്ങിയൊരു കോണ്ടിനെൻ്റാണ് ആഫ്രിക്കൻ ഉപഭൂഖണ്ഡം. അപ്പോൾ അവിടെ അങ്ങനെ അമേരിക്കയെക്കാളും വലിയ രാജ്യമാവണ്ടേ? എത്തരത്തിലാണ് അവർ സ്വതന്ത്രമായിട്ട് നിങ്ങളെ കെട്ടിക്കൊണ്ടുവന്നത് ഞാൻ സമ്മതിക്കുന്നു. അപ്പോൾ അതിനവർക്ക് മറുപടിയില്ല. അതുപോലെ തന്നെ ഇവർ എന്ത് അക്രമം ചെയ്താലും അവർ ബുദ്ധിപൂർവ്വം അല്ല ഇത് ചെയ്യുന്നത്. അവർ പെട്ടെന്ന് കാണുന്നു, ഒന്നിനെ നശിപ്പിക്കുന്നു, ഇല്ലാതാക്കുന്നു,
ഈ ഇത് ചെയ്യുന്നു. അവർക്ക് പ്ലാനിങ് ഒന്നുമില്ല. ഒരു പ്ലാനിങ്ങിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അപ്പം കാണുന്നു, അപ്പം ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. അത് ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് പറഞ്ഞുതരും. നല്ല മനുഷ്യരുണ്ട്, വളരെ വലിയ നല്ല മനുഷ്യരെ നമ്മൾ കറുത്ത വർഗ്ഗക്കാരിൽ കാണാൻ സാധിക്കും. അവരുടെ അടിമത്വമൊക്കെ വളരെ മോശപ്പെട്ട ഇതാണ്. പക്ഷെ ഇത് വലിയൊരു വിഭാഗം സംഘടിതമായിട്ട് ചെയ്യാണ്. അത് മറ്റുള്ളവർ അതിൻ്റെ ഭാരം ചുമക്കേണ്ടി വരാണ്. ഒപ്പം ഇവിടെ ഒബാമ പോലെയുള്ള ആൾക്കാരും അതല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ചക് ഷൂമറാണോ ജോ ബൈഡൻ ആണോ കമല ഹാരിസ് ആണോ ഇതിനൊക്കെ പ്രോത്സാഹിപ്പിച്ച് അവരെ ഇരയാക്കി കൊണ്ടു നടക്കുന്നു, അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടോ അതിബുദ്ധരുമാരായിട്ട്. അടുത്ത സമൂഹത്തെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക സമൂഹം. ഇത് വളരെ സംഘടിതമായിട്ട് വളരെയധികം പ്ലാനിങ്ങോടുകൂടി അറ്റാക്ക് ചെയ്യുന്ന ഒരു ഇതാണ്. അക്രമം, മറ്റുള്ളവർക്ക് ദോഷം വരുത്താം, അതല്ലെങ്കിൽ അവരുടെ അന്ധകാര ശക്തിയിലേക്ക് മറ്റുള്ളവരെ മതേതരത്വം ജനാധിപത്യം എന്നും പറഞ്ഞു കൊണ്ടുപോകുന്നത് ഈ ഒരു ശക്തിയാണ് ഈ ഇസ്ലാമിക സമൂഹം എന്ന് പറയുന്നത്. അത് ഞാൻ നമുക്ക് ഇപ്പോൾ കേരളത്തിന് പുറത്ത് പോയി യാത്ര ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. ഇപ്പോൾ പാലസ്തീനികൾ ഒരു അനുഭവമാണ്, അതല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ അവരുടെ അറഗൻസും അവരൊക്കെ അടിമത്തത്തിലേക്കും അവരെ മറ്റുള്ളവർ, അതായത് മറ്റു ഇൻഫിഡൽസ് എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. അതായത് കാഫിർ, നീ മുസ്ലിം അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ നുണ പറഞ്ഞ് പറ്റിക്കും, ചതിക്കും. ഖുറാനിൽ തന്നെ 2-3 പ്രാവശ്യം അത് പ്രതിപാദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അടുത്ത് മറ്റു മതസ്ഥരുടെ അടുത്ത് നുണ പറയാനും പറ്റിക്കാനുള്ള അവകാശം 2-3 തവണ ഖുറാനിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിലൊരു പദമാണ് തക്കിയ എന്ന് പറയുന്നത്. അപ്പം ഇസ്ലാമിക സമൂഹം അവർ പറയും മതേതരത്വം. നിങ്ങൾ കാണിച്ചു തരും. ഞാൻ നേരത്തെ കറുത്ത പരക്കാരോട് ചോദിച്ച മാതിരി നിങ്ങൾ കാണിച്ചു തരും. അഫ്ഗാനിസ്ഥാനാണോ അതിൻ്റെ എക്സാമ്പിൾ? പാകിസ്ഥാനാണോ? അതല്ലെങ്കിൽ അറബ് രാജ്യങ്ങളാണോ? ലെബനൻ, സിറിയ, ഇറാഖ്, ഇറാൻ, അങ്ങനെയാണോ നിങ്ങൾ ജനാധിപത്യവും മതേതരത്വം ഞങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്? അതൊരു ശക്തി. ഇനി അടുത്തതാണ് കമ്മ്യൂണിസം. നമുക്കറിയാം, സോവിയറ്റ് യൂണിയനിലാണത് അതിൻ്റെ വലിയൊരു ഇത് നമ്മൾ കണ്ടത്. യൂറോപ്പിൽ തുടങ്ങിയെങ്കിലും സോവിയറ്റ് യൂണിയനിൽ അത് കത്തിപ്പടർന്ന് കാൾ മാർക്സ് പറഞ്ഞ പോലെയുള്ള കമ്മ്യൂണിസം. എന്നാൽ സ്റ്റാലിനെ പോലെയുള്ള ഒരു 10-20 മില്യൺ, ഏകദേശം 2-3 കോടി ജനങ്ങളെയാണ് ഇതിൻ്റെ പേരും പറഞ്ഞു കൊന്നത്. അവരുടെ അധികാരം നിലനിർത്താനും കമ്മ്യൂണിസം എന്ന പേരും പറഞ്ഞ് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ, നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട്. കറുത്തവനെ ഒഴിച്ച് ബാക്കി ഇസ്ലാമിക ഇതും കമ്മ്യൂണിസവും നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും നിലനിൽക്കുന്നുണ്ട്. അവർ 51 വെട്ടി കൊന്നിട്ട് അവരല്ല എന്ന് പറയും. എന്നിട്ട് പുരോഗമനവാദം അതല്ലെങ്കിൽ മറ്റ് നുണ പറഞ്ഞ് ആണ് ഇവർ ഭൂരിഭാഗം. ഇതിലേറ്റവും ഇന്ന് കൂടി കത്തി നിൽക്കുന്നത് ഇസ്ലാമിക തീവ്രവാദമാണ്. ഞാൻ ഇപ്രകാരം പറയുമ്പോൾ പലപ്പോഴും എന്നോട് പറയാറുണ്ട്, നീ ഇങ്ങനെ പറയുന്നത് ഒരു വർഗീയതയല്ലേ, അതുമല്ലെങ്കിൽ അത് അവാസ്തവമല്ലേ? പിന്നെ പലർക്കും ഇത് ഉള്ളിൽ കൂടെ അറിയാം, ഇതാണ് വാസ്തവം. എന്നാലും ഞാൻ ഇതിൽ ഇടപെടുന്നില്ല, അതിനുള്ള ആർജവുമില്ല, ഭയം. പക്ഷെ ആരെങ്കിലുമൊക്കെ വിളിച്ച് പറയണ്ടേ ഈ കാര്യങ്ങൾ? അതുകൊണ്ട് ഞാൻ അതിനുള്ള ആർജവം കാണിക്കുകയാണ്. അവർ പറഞ്ഞതിലൊരു പോയിന്റ് ഉണ്ട്. നമുക്ക് ചുറ്റും കാണുന്ന മുസ്ലിമുകൾ വളരെ നല്ല മനുഷ്യരാണ്. മനുഷ്യരോടല്ല എൻ്റെ യുദ്ധം. അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി, പൊളിറ്റിക്കൽ ഫിലോസഫി, പൊളിറ്റിക്കൽ ഇസ്ലാം, അതിനെ ഞാൻ എന്നും ശക്തമായിട്ട് നേരിടും. കാരണം അവർക്ക് ജനാധിപത്യത്തിലോ മതേതരത്തിലോ ഒന്നുമില്ലാത്തത്, ഒരു പങ്കില്ലാത്തത് കൊണ്ട് അവർ ഇന്ന് നമ്മളോട് ജനാധിപത്യം മതേതരത്വം എന്ന് അവർ നമ്മളോട് മാധ്യമങ്ങൾ വഴി വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് കാപ്പട്യമാണ്, തക്കേയാണ് എന്ന് ഞാൻ നിങ്ങളോട് വിളിച്ച് പറഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ വീഡിയോ തുടങ്ങിയത് നിങ്ങൾക്ക് കണ്ണുണ്ടായാലും നിങ്ങൾ കാണാത്തോണം അഭിനയിക്കും, ചെവി ഉണ്ടായാലും കേൾക്കുക. കാരണം നിങ്ങൾക്ക് അതിന് ഉൾക്കൊള്ളാനായിട്ടുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഉപമകൾ വഴി നമുക്ക് സംസാരിക്കേണ്ടത്. എന്നാൽ രഹസ്യമായിട്ട് ഇതെല്ലാം സമ്മതിക്കുന്നവരാണ് ഇന്നത്തെ കാലത്ത് എക്സ് മുസ്ലിംസ്. നമുക്കറിയാം, അവർ പോലും ഇതിനെ ഘോരം വിളിച്ച് പറയുന്നു. അവരോടൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഇന്ത്യ സർക്കാർ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക്, എക്സ് മുസ്ലിംസിന് ഒരു പത്മഭൂഷൺ എന്ന് പറഞ്ഞാൽ അവർ കാണിക്കുന്ന ധീരതയ്ക്ക് വേണ്ടിയിട്ട് പത്മഭൂഷണോ അത്ര വലിയൊരു പദവികളോ നൽകി അംഗീകരിക്കണം. ഈ ഞാൻ പറഞ്ഞ ജാമിദ ടീച്ചർ വളരെയധികം എത്രമാത്രം അറ്റാക്കാണ് വരാമെന്നറിയോ? അവർ കായികമായിട്ട് ഈ സ്ത്രീയെ തൊടാത്തത് ഭയമാണ്, ഇസ്ലാമിൻ്റെ ഭയമാണെന്ന് ജാമിദ ടീച്ചർ ഒന്നും തൊടാത്തത്. എന്നാൽ അവരാവുന്നത്ര അവഹേളിക്കാൻ നോക്കണം, കാമിത എടി എന്നൊക്കെ വിളിച്ച് ഇത് ചെയ്യണം. അവർക്കൊക്കെ ഒരു അവാർഡ് ഇന്ത്യ സർക്കാർ കൊടുക്കണം. അതുപോലെ ആരിഫ് ഹുസൈൻ, ലിയാഖത്ത് അലി, ഫസൽ കാരാട്ട്, ഇവരൊക്കെ അവാർഡ്, ദ ഡിസേർവ് ഇറ്റ്. അവർ ധീരമായിട്ട് വന്ന് ഒരു
അന്ധകാരത്തെ തല്ലി തകർക്കുകയാണ് അവര്. കാരണം നിങ്ങൾ പറയുന്നത് നുണയാണെന്ന് പറയാണ്. നമ്മൾ എന്തിനാ ഇവർ പറയുന്ന ഉദാഹരണം പാകിസ്ഥാനിലേക്ക് ഇന്ന് ഇന്ന് നൊയമ്പ്, അതായത് വിശുദ്ധ മാസം കൊണ്ട് നടക്കുമ്പോ വെറുതെ പള്ളിയിൽ പോയിട്ട് 100 ആൾക്കാരെ അങ്ങോട്ട് ബോംബിട്ട് കൊല്ലാണ്. സമാധാനത്തിന്റെ മതം വെറുതെ അവർ മാത്രമല്ലേ ഉള്ളൂ. അതായത് നമ്മളിപ്പോ കേരളം ഇപ്പൊ ഇവര് മാത്രമുള്ള സ്ഥലത്ത് പോയി ഇവര് തമ്മിൽ അന്ധകാരമാണ്. ഞാനതിന് വിളിച്ചു പറയുന്നത് നാളെ ചിലപ്പോൾ എന്നെ ദ്വൈഹോപദ്രവം എന്ത് വേണം ചെയ്തോട്ടെ, ഞാൻ അതിനുള്ള ഇത് ചെയ്യാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ധീരമായിട്ട് വിളിച്ച് സത്യം വിളിച്ച് പറയും. അതിന് എന്തനുഭവിക്കൊണ്ടോ വന്നാലും ഇതൊക്കെ ഈ ഒരു വീഡിയോ ആക്കിയിട്ട് ഇട്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അവർ അവിടെ കിടന്നോട്ടെ, അവർക്ക് ചെയ്യുന്നത് ചെയ്യട്ടെ. പക്ഷെ ഇന്ന് അവർക്ക് അതിനുള്ള ധൈര്യമില്ല. കാരണം ധൈര്യം ഉണ്ടെങ്കിൽ അവർ എത്രമാത്രം എക്സ് മുസ്ലിംസ് വന്നിട്ട് നമ്മളോട് ശക്തമായിട്ട് പറയുന്നത് ഇവർ കള്ളന്മാരും കാപ്പട്ടിയും കള്ളൻ്റെ ആശാന്മാരാണെന്നുള്ളത് നമുക്കറിയാം. എന്നാലും അവരെ വെള്ള തേക്കാനായിട്ടും ഈ ഗൾഫ് രാജ്യങ്ങളിൽ പോയവരോട് ചോദിക്കും. 35 ലക്ഷം മലയാളികൾ അവിടെ അടിമകളാക്കി വെച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളോട് പോയോട് ചോദിക്കും. അന്ധകാരമാണ് നിങ്ങളുടെ രീതി. ഇനി ഞാൻ തിരിച്ച് വീണ്ടും ഇവിടുത്തെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഒബാമ പോലെയുള്ള ആൾക്കാരാണ് ഇത്തരത്തിലുള്ള, അതായത് കറുത്ത വർഗ്ഗക്കാരന് വേണ്ടി ഇവർ ഉപയോഗിക്കുന്നത് എരവാദം, ഇരുന്ന് കരഞ്ഞ് കാണിക്കുന്നത് പോലെ ചാട്ടമാറെടുത്ത് അടിക്കണം ഒബാമേനെയൊക്കെ. കാരണം അദ്ദേഹം കറുത്ത വർഗ്ഗക്കാരൻ തന്നെയല്ല, ഒപ്പം തന്നെ വലിയ LGBTQI ഒക്കെ കഴിഞ്ഞു. ഇപ്പം 26 അമേരിക്കൻ അത് ഇംഗ്ലീഷ് ആൽഫബറ്റിലുള്ള ഇതിൽ അവർ ജെൻഡർ ഉണ്ടാക്കാണ്. ട്രംപ് നേരെ വന്നു ഇനി ആണും പെണ്ണും മതി എന്ന് പറഞ്ഞു. അതുപോലെയുള്ള അന്ധകാര ശക്തികളെ നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമ്മളുടെ മനുഷ്യകുലത്തെ തന്നെ ഇവരില്ലാതാക്കും നമ്മൾ. പക്ഷെ ഞാൻ ഇതിനെ, അതായത് അഹങ്കാരമുള്ള വെളുത്ത വർഗ്ഗക്കാരുണ്ട്. ഇപ്പം ട്രംപ് പോലും ഒരു ഉള്ളൊരു വെളുത്ത വർഗ്ഗക്കാരനായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ട്രംപിനെ പോലെയുള്ള ആൾക്കാർക്കാണ് നീതി നടപ്പം. കാരണം അത്രമാത്രം അധപതനത്തിലേക്ക് ഈ കറുത്ത വർഗ്ഗക്കാരുടെ ഡ്രഗ് ഇതും നമ്മുടെ കേരളത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഡ്രഗ്, അതായത് കൊച്ചു യുവത്വത്തെ സംഘടിതമായിട്ട് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പാലാ ബിഷപ്പ് കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞ പോലെ സംഘടിതമായിട്ട് നാർക്കോട്ടിക് ജിഹാദ് നടത്തി. ഈ പേരുകൾ പോലീസുകാരോട് പറയണം, ഞങ്ങൾക്ക് ഈ പേരുകൾ അവരുടെ സമുദായം അറിയണമെന്ന് പറയാം. സത്യം വിളിച്ച് പറ. എന്തിനാണ് ബഞ്ഞി മീൻസ് ഞാൻ ബ്ലണ്ട്, എൻ്റെ ഫ്രണ്ട്സിനോട് പറയും ഞാൻ ബ്ലണ്ട് ആൻഡ് അപ്പ് ഫ്രണ്ട് ആണ്. അതുകൊണ്ട് എനിക്ക് സുഹൃത്തുക്കൾ വളരെ സത്യമുള്ള ഈ സുഹൃത്തുക്കൾ മാത്രമേ ഞാൻ കൂട്ടാറുള്ളൂ. കാരണം സുഖിപ്പിക്കാൻ വേണ്ടി ഞാൻ ആരുടെ അടുത്തും ഒന്നും സുഖിപ്പിക്കൽ പരിപാടിക്ക് നിൽക്കാറില്ല. ബ്ലണ്ട് ആൻഡ് അപ്പ് ഫ്രണ്ട് ആയിട്ട് പറയും. അതായത് ഈ പേരങ്ങോട്ട് എടുത്ത് വിടണം പുറത്തേക്ക്. ഇത് ഏത് സമുദായത്തിൽ പെട്ടതാണ് നിങ്ങൾക്കറിയാം. ഒരു പ്രത്യേക സമുദായം, ഇസ്ലാമിക സമുദായത്തിൽ പെട്ടവരായിരിക്കും ഇന്ന് എപ്പോഴും നമ്മൾ കേസുകളുടെ പേപ്പറുകളിൽ വായിച്ചു വരുന്ന പേരുകൾ. ഈ ഡ്രഗ് ഡീലിങ്ങും അതിൻ്റെ വിനിമയം അതുമായിട്ട് അതാരോ പറഞ്ഞു വിടുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അത് ആരോ മറ്റ് കാഫറുകളെയും ഈ മതത്തിൽ ഇല്ലാത്തവരെയും നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സംഘടിതമായിട്ട് ഡ്രഗ് കൊടുത്ത് യുവത്വത്തെ ഇല്ലാതാക്കണം. ഡിസിപ്ലിൻ അല്ലാത്ത ഒരു സമൂഹവും നേരെയാകാൻ പോകുന്നില്ല. അടിച്ചമർത്തണം പോലീസിനൊക്കെ. അതായത് മനുഷ്യാവകാശം, അയ്യോ പാവം മുസ്ലിം, അയ്യോ പാവം കറുത്ത വർഗ്ഗക്കാരൻ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനായിട്ടുള്ള ചാൻസ് ഇല്ലാണ്ട് അടിച്ചമർത്തണം. ഇപ്പം ഞാൻ ഒരു പോലീസുകാരനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, ഒരു പട്ടാളക്കാരനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം സ്ട്രിപ്പ് സെർച്ച്, മനുഷ്യനെ മൊത്തം ചെക്ക് ചെയ്യുക. ഇപ്പം എന്നോട് ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറയണം, എനിക്ക് സംശയമുണ്ട്, നിൻ്റെ കയ്യിൽ ഡ്രഗ്സ് ഉണ്ട്, വെപ്പൺ ഉണ്ട്, അതല്ലെങ്കിൽ നിൻ്റെ കയ്യിൽ മാരകായുധങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് മീ. ഞാൻ അവനോട് പറയും നന്ദി, നീ ചെയ്യുന്ന സേവനത്തിന് നന്ദി. കാരണം എന്നെ ചെക്ക് ചെയ്തുകൊണ്ട് എനിക്ക് എന്താ പോകുന്നത് നിലയിലില്ല, ഓക്കെ താങ്ക് യു എന്ന് പറയാം. അതുപോലെ മനുഷ്യാവകാശമൊക്കെ മാറ്റി നിർത്തിയിട്ട് സംശയം തോന്നിയ പോലീസിന് അനുവാദം കൊടുക്കണം. സ്ട്രിപ്പ് സെർച്ച്, ഫുൾ ചെക്ക്, ഡ്രഗ് വെച്ച് പോകണമെന്ന്, കാറ് തടയാനും ആൾക്കാരെ ചെക്ക് ചെയ്യാനായിട്ട്. ഇപ്പം ഇവിടെയുള്ള ഞാൻ പറഞ്ഞു പട്ടാളക്കാരൻ്റെ ട്രെയിനിങ്ങിൽ ഇപ്പം മധ്യപൂർവേഷ്യയിലും ഇറാഖ് അഫ്ഗാനിസ്ഥാനും പോലുള്ള യുദ്ധത്തിൻ്റെ സമയത്ത് അവരെ ബലമായിട്ട് പിടിച്ച് ലോക്ക് ചെയ്തിട്ട് വേണം വെപ്പൺസ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാനായിട്ട്. അവർ അത്തരത്തിലുള്ള സ്ട്രിപ്പ് സെർച്ച്. എന്തിനാ പേടിക്കുന്നത്? നിൻ്റെ കയ്യിൽ കക്കാനും കാപ്പട്ടിയും ഇല്ലെങ്കിൽ സ്ട്രിപ്പ് സെർച്ചിന് എന്തിനാ പേടിക്കുന്നത്? നിന്നെ ചെക്ക് ചെയ്യട്ടെ. നിന്നെ തപ്പി എന്തെങ്കിലും നിൻ്റെ വെപ്പണോ ഉണ്ടോയെന്ന് നോക്കണോണ്ട് ഇല്ല, ഓക്കെ നീ പൊക്കോ, ബൈ. അത്തരത്തിൽ അത് ദുർവിനിയോഗം ചെയ്യണമെങ്കിൽ അത് നിസ്സാരം 1% ദുർവിനിയോഗം ചെയ്ത് ആ പോലീസ് ഉദ്യോഗസ്ഥനെ നിയമപാലകനെ എടുത്ത് ഉള്ളിലിടാം. അത്രയുള്ള അത് വേറെ ഭാഗമാണ്, അത് ഇതിൽ പറയേണ്ട ആവശ്യമില്ല. അപ്പം ഈ തരത്തിലുള്ള
ഐഡിയോളജിയും പ്രകാരം ഒളിച്ചിരിക്കുന്ന സംഘടനകൾ സംഘടിതമായിട്ട് ഡ്രഗ് കൊടുക്കുന്നവരെയും അക്രമം നടത്തുന്നവരെയും കറുത്തവർഗക്കാർ, മുസ്ലിംസ്, കമ്മ്യൂണിസം പൊളിറ്റിക്കൽ ഭാഗമാണ്. ഞാൻ വ്യക്തികളെ അല്ല പറഞ്ഞത് കേട്ടോ. ഇനി എന്നെ അതിനു വേണ്ടി അധിക്ഷേപിക്കേണ്ട, ഞാൻ വ്യക്തികളല്ല. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ മുസ്ലിംസ് ഉണ്ട്, കറുത്തവർഗക്കാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അപ്പോൾ ആ വ്യക്തികളോട് ഞാൻ ഒരിക്കലും മല്ലടിക്കാറില്ല. എൻ്റെ യുദ്ധം നിങ്ങളുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയോടാണ്. ഞാനത് തുറന്നു പറയാനായിട്ടുള്ള ആർജവവും ഇതും കാണിക്കും. നിങ്ങൾ കള്ളന്മാരാണ്, കാപ്പട്യമാണ്, നിങ്ങളുടെ വിശ്വാസ പ്രമാണം തെറ്റാണ് എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. അതാണ് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി ഇപ്പം ട്രംപ് വന്നതിന് ശേഷം ഇവിടെ DEI, ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ, അതായത് ഈ സംവരണം കൊടുക്കുന്നത് അതൊക്കെ എടുത്ത് മാറ്റിക്കളഞ്ഞു. LGBTQ ആണും പെണ്ണും മാത്രം മതി എന്ന് പറഞ്ഞു. ഇവിടെ പ്രൈഡ് മാർച്ചൊക്കെ നടത്തും. എന്താ ഈ ലോസ് ഏഞ്ചൽസ് ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാലോട്ടെ എന്താ ഇവരുടെ അഹങ്കാരം എന്ന് പറയോ. ഇവർ പാവത്തിനെ പോലെ ഇരിക്കും, ആണുമല്ല പെണ്ണല്ല എന്ന് പറയും, ഇരയാകും ചെയ്യും. എല്ലാം ഇവർക്ക് വേണം. ഇവരിരുന്ന് കരയാനറിയാം. നമുക്കറിയാം ഇത്തരത്തിലുള്ള ആൾക്കാർ. എന്നിട്ട് മറ്റുള്ളവർക്ക് ഒരു അവസരം കൊടുക്കാതെ അവർ ഇരകളായിട്ട് അത് നേടിയെടുക്കും. അപ്പം ഞാൻ ഇതിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, മറ്റുള്ളവർ ജാഗരൂകരായിരിക്കണം. നിങ്ങൾ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇതിൽ ഇവരുടെ ഒന്നും ഐഡിയോളജിയിൽ പെട്ടുപോകരുത്. ഇവർ നല്ല വർത്തമാനം പറഞ്ഞ് സ്നേഹം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കുകയും ചതിക്കുകയും എന്നും ഇതിലേക്ക് ഇത് ചെയ്യുള്ളൂ. അപ്പം കണ്ണുണ്ടായാൽ പോലെ കാണണം, ചെവി ഉണ്ടായാൽ പോലെ കേൾക്കണം, അതുപോലെ അത് ഗ്രഹിക്കാനും നമുക്ക് അറിവുണ്ടാവണം എന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള ഐഡിയോളജികളെ ശികാന്തം നമ്മൾ സംഘടിച്ച് എതിർക്കുക തന്നെ വേണം. ഞാൻ എപ്പോഴും കേരളം എന്നതിൻ്റെ പിടിയിൽ നിന്ന് അകപ്പെടാതിരിക്കുന്നതിന് വേണ്ടി, ഇന്ന് മോഡിയൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഇതിനെ എതിർത്ത് തോൽപ്പിക്കണമെന്ന് നമുക്ക് ഒരു വലിയ പ്രതീക്ഷയുണ്ട്. മുസ്ലിംസ് പോലെയുള്ള ആൾക്കാരെ അവരെ എന്നും പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾ അവരുടെ വീഡിയോസ് കണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ച്, പ്രത്യേകിച്ച് ജാമിത ടീച്ചർ എന്ന സ്ത്രീയാണ് ഇതിന് തുടക്കമിട്ടത്. അവർക്ക് സംരക്ഷണം നൽകണം. ഇപ്പം നാളെ മോഡി പോയി ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ഒരു കാരണവശാലും മാറ്റിക്കുത്തി വേറെ കോൺഗ്രസ്, രാഹുല, പ്രിയങ്കയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ പാലസ്തീനികൾ എന്നൊക്കെ വരുന്നതിന് മുമ്പ് ഇവരെയൊക്കെ സംരക്ഷിക്കണം. ഇവർക്കൊക്കെ പിന്തുണ നൽകണം, മോറൽ സപ്പോർട്ടെങ്കിലും നൽകണം. അവരുടെ വീഡിയോസ് കാണണം. ജാമിത ടീച്ചർ, ആരിഫ് ഹുസൈൻ, ലിയാഖത്ത് അലി, ഫസൽ കാരാട്ട്, ഹമീദ് ചേന്ദമംഗലം, ജബ്ബാർ മാഷ്, ഇവരൊക്കെ ധൈര്യം കാണിച്ചവരാണ്. ഞാനൊക്കെ ഇവിടെ ഇരുന്ന് സുരക്ഷിതമായിട്ട് പറയാണ്. നിങ്ങൾ ഒന്നിലും ഇതിൽ ഇടപെടുന്നില്ലെങ്കിലും ഇവർക്ക് സംരക്ഷണം. എന്നോട് ചോദിച്ച സുഹൃത്തുക്കളുണ്ട്, നിങ്ങളോട് എനിക്ക് എന്തിനാണ് നീ ഇങ്ങനെയുള്ള വർഗീയവാദം പറയുന്നത്? നിങ്ങൾ എന്നെ വർഗീയവാദി എന്ന് വിളിച്ചോ? നിങ്ങൾ എന്നെ ഇത്തരത്തിലുള്ള കാപ്പട്യം തുറന്ന് പറയുന്നതിന് നിങ്ങൾ എന്നെ അധിക്ഷേപിച്ചോ? പക്ഷേ നിങ്ങൾ ഒരു നിമിഷം എൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് കറുത്തവർഗക്കാർ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ ഇതുണ്ടെങ്കിൽ ഫ്രാൻസിലൊന്നും സമ്മതിക്കില്ല. യൂറോപ്പ് വരെ പോയിട്ട് കാര്യമില്ല. ഫ്രാൻസിൽ ഈ കറുത്തവർഗക്കാരിൻ്റെ ഒന്നും ഉഡായിപ്പ് പരിപാടിയൊന്നും അവിടെ സമ്മതിക്കില്ല. UK സമ്മതിക്കില്ല. അമേരിക്കയിൽ ഇവർ കളിക്കും. എന്നിട്ട് നശിപ്പിച്ച ഓരോ സിറ്റികൾ നശിപ്പിക്കും. ഓരോ സിറ്റിയായിട്ട് നശിപ്പിക്കും. നിങ്ങളിവിടെ വന്നിട്ട് നീ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾ പറയും. അതല്ലെങ്കിൽ നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയ ആൾക്കാർ, നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ പോയവനോട് ചോദിക്കും. അറബി കാർപ്പിച്ച് തുപ്പിയതും അനുഭവിച്ചതും, അവിടെ അടിമത്തം അനുഭവിച്ചതും, അറബിയുടെ താൻ പോരായ്മയും. ഞാൻ മലയാളികളോട് ഗൾഫ് രാജ്യങ്ങളിലുള്ള നിങ്ങൾ നിൽക്കുന്ന ഒരു ചതുരുണ്ടല്ലോ, അത് നിങ്ങളുടെയാണ്. അത് അറബ് നാടി, അറബിയുടെ തെണ്ടിയുടെ ഒന്നല്ല, നിങ്ങളുടെ നാടാണത് എന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുക. ഒരുത്തനും ഭൂമി ഒരാൾക്കും പതിച്ചു നൽകിയിട്ടില്ല. നിങ്ങൾ നിൽക്കുന്ന അറബി നാടാണെങ്കിലും നിങ്ങളുടെ നാടാണെന്ന് നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കുക. അറബ് നാട്ടിൽ ജനാധിപത്യം വരുത്താനാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം അറബി അഹങ്കാരം കൊണ്ട് അവൻ്റെ സ്വത്ത് മുഴുവനും ചെയ്ത് അവൻ ഏകീകരിച്ച് അവൻ്റെ കയ്യിൽ വെക്കുന്നു. ഇന്ന് കാര്യങ്ങൾക്ക് മാറ്റമുണ്ട്. അവൻ നന്നായി വരുന്നു. അവൻ നല്ലവനായിട്ട്, നമ്മുടെ കേരളമാണ് ഇന്ന് അവന് കോപ്പ് കൂട്ടി കൊടുക്കുന്നത് ഇന്ന് കേരളത്തിൽ നിന്നാണ്. അപ്പം തുല്യതയിൽ വിശ്വസിക്കുക, അവൻ്റെ അഹങ്കാരം കുറയ്ക്കുക. മനുഷ്യന് അവനും ഞാനും തുല്യനാണെന്ന് വിശ്വസിക്കുക. നമ്മൾ മലയാളികൾ 35 ലക്ഷം മലയാളികളോടാണ് ഞാൻ സംസാരിക്കുന്നത്. അവൻ്റെ ഒന്ന് അഹങ്കാരത്തിന് നിങ്ങൾ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. തന്നെയല്ല ഈ പറഞ്ഞ കേരളത്തിലെ കുറേ താങ്ങികളുണ്ട്, താങ്ങി ചാനലുകളും
ഇതുകളും. അവൻ തുല്യത അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ അല്ലെങ്കിൽ അറബിയുടെ നാടിനെ പറ്റിയൊന്നും അവൻ പറയില്ലല്ലോ. തെണ്ടിത്തരത്തിന്റെ നാടാണ് ഈ നാടുകള്. നമ്മുടെ മാധ്യമങ്ങൾ പറയില്ലല്ലോ. പേടിയാണ്. നമ്മുടെ രാഷ്ട്രീയക്കാർ പറയില്ലല്ലോ. ഓച്ചാനിച്ച് നിൽക്കുള്ളൂ രാഷ്ട്രീയക്കാരൻ. കാരണം അവൻ്റെ പണം മുഴുവനും കൊണ്ട് കട്ടുകൊണ്ടുപോയി നീണ്ടൊക്കെ മുഴുവൻ അവിടെ ഇറക്കിയതുകൊണ്ട് അവൻ അവിടെ ഇത് കേട്ട് നിൽക്കുള്ളൂ. പക്ഷെ ഇതിലൊന്നും നമുക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എപ്പോഴും കേൾക്കാം, നിങ്ങൾ കണ്ണ് തുറന്ന് കാണുക, ചെവി തുറന്ന് കേൾക്കുക, അത് ഗ്രഹിക്കുക എന്താണ് നടക്കുന്നതെന്നുള്ളത്. വോട്ട് ചെയ്യുമ്പോൾ അത് ഓർമ്മയിൽ വയ്ക്കുക. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.